കുട്ടികൾ കുട്ടികളാകട്ടെ, ടീനേജ് ആകട്ടെ, യൂത്ത്സ് ആകട്ടെ, ഇവര് ഇൻട്രോവേർട്സ് ആണോ എക്സ്ട്രോ ആണോ എന്ന് ഈ പാസ്റ്റേഴ്സിന് അറിയില്ല. അതെ. ഇവർക്കറിയില്ല. രണ്ട് കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ, ഇവരുടെ ഫ്രസ്ട്രേഷൻ, സ്ട്രെസ്, ഇവരനുഭവിക്കുന്ന ഉത്കണ്ഠകൾ, ഇതെന്ത് ബേസ് ചെയ്തിട്ടുള്ളതാണെന്നൊന്നും ഇവർക്കില്ല. ഇവർക്ക് ഒറ്റ കാര്യമുണ്ട്, എല്ലാം പൈശാചിക പോരാട്ടമാണ്. എല്ലാം പൈശാചികം. അതുകൊണ്ട് അതുകൊണ്ട് 3 ദിവസം ഉപവാസ പ്രാർത്ഥന വയ്ക്കുക. അപ്പൊ ഇൻട്രോവേർട്സ് ആയ കുട്ടികൾ കൂടുതലും ഒതുങ്ങിയിരിക്കും. അതെ. അവരാരും മിണ്ടത്തില്ല, ഗ്ലൂമിയാണ് അവര്. അവര് ഈ ആക്ടിവിറ്റീസിലൊന്നും നടത്തില്ല. അത് ഇൻട്രോവേർട്സ് ക്യാരക്ടർ ആണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധ്യം പാസ്റ്റേഴ്സിന് ഇല്ല. ഒന്ന്, അങ്ങനെയുള്ളവരെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുകയും അവരെ ആക്റ്റീവ് ആക്കി കൊണ്ടുവരാനും ചെയ്യേണ്ട ഒരു ഒരു ബോധ്യം ഒന്ന് ഇവർക്കില്ല. അത് ഏറ്റവും വലിയ പരാജയമാണ്. മറ്റൊന്ന്, എല്ലാം പിശാചിന്റെ പോരാട്ടമാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ അതെ. 3 ദിവസം ഉപവസിക്കും. ഈ കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ എല്ലാം, അല്ല, 90% പൈശാചിക പോരാട്ടം ഒന്നും അല്ല. അത് പല രീതിയിൽ അവരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ട്രോമ ആയിരിക്കാം, മറ്റു വിഷയങ്ങളൊക്കെ ആയിരിക്കാം. അപ്പൊ അതിനെ ചികിത്സിക്കേണ്ടത് വേറെ രീതിയിലാണ്. അതെ. അല്ലാതെ ഒരാഴ്ച ഉപവാസം ഇരുന്നത് കൊണ്ടോ, അതിനൊന്നും പ്രാർത്ഥനയിലൂടെ കഴിഞ്ഞ ദിവസവും ഞങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇതറിയാതെ ആണ് ഈ കുട്ടികൾ ഇവർ ട്രീറ്റ് ചെയ്തത്. അതൊക്കെ വലിയൊരു പ്രശ്നമാണ്.